ഇപ്പോൾ ഇതാ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ ബെയിലി പാലം അവിടെ പണി തീർത്തുകൊണ്ടിരിക്കുകയാണ്. സൈന്യം അത് ഏകദേശം പണി പൂർത്തിയാകുന്നു. ഒരു 8:30 മണിയോടുകൂടി ബെയിലി പാലത്തിൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിയും. അപ്പുറത്തെ വശത്തേക്ക് കൂടുതൽ എളുപ്പത്തിൽ രക്ഷാപ്രവർത്തനത്തിന് പോകാൻ കഴിയുമെന്നാണ് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ മണിക്കൂറുകളായിരിക്കുന്നു നമ്മൾ എത്രയോ നേരമായി കൈമെയ് മറന്ന് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിൽക്കുന്ന രക്ഷാപ്രവർത്തനത്തിന് നിൽക്കുന്ന ആ മനുഷ്യർക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകാൻ നമുക്ക് കടന്നു പോകാൻ കഴിയില്ല. ഓരോ മിനിറ്റിലും കനത്ത മഴയെയും ഈ തണുപ്പിനെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ മനുഷ്യർക്ക് വേണ്ടി പോരാടുന്ന പേരറിയാത്ത നാടറിയാത്ത മനുഷ്യരെ, നിങ്ങളാണ് ഞങ്ങളെ ഈ നാടിൻ്റെ കരുത്ത് എന്ന് പറയാതെ നമുക്ക് ഈ ഘട്ടത്തിൽ കടന്നു പോകാൻ കഴിയില്ല. നിങ്ങളുടെ മുന്നിൽ ആദരവാൽ ഞങ്ങളിങ്ങനെ തലകുനിച്ച് നിൽക്കുക മാത്രമാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. അത്രമാത്രം സ്നേഹത്തോടെ ചേർന്ന് നിൽക്കുകയാണ് നിങ്ങളോട് ഓരോ ഘട്ടത്തിലും. ഞങ്ങളെല്ലാവരും ഈ നാടൊന്നടങ്കം നിങ്ങളുടെ പുറകിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു സമാനതകളില്ലാത്ത ഈ രക്ഷാപ്രവർത്തനത്തിന് സാധ്യമായതെല്ലാം ചെയ്തു തരുന്ന ഒരു സർക്കാരും നമ്മുടെ കൂടെയുണ്ട് എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നുള്ളൂ. നമ്മുടെ റിയൽ ഹീറോസാണ് അവർ. ആ സൈനികർ, പോലീസുകാർ, ഫയർഫോഴ്സിൻ്റെ ജീവനക്കാർ, നാട്ടുകാർ, സന്നദ്ധ പ്രവർത്തകർ, അങ്ങനെ പേരറിയാത്ത എത്രയോ മനുഷ്യരാണ് നമ്മുടെ നാട്ടിലൊരു അപകടമുണ്ടാകുമ്പോൾ ഓടിയെത്തുന്നത് എന്ന് കാണുമ്പോൾ ഈ നാട് ഒരിക്കലും തോൽക്കില്ല എന്ന് വീണ്ടും വീണ്ടും നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നു. എത്ര വലിയ വെല്ലുവിളികൾ വന്നാലും ഞങ്ങൾ അതിനെ അതിജീവിച്ച് ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് വരും. അതിനിടയിലും വിഷം ചീറ്റുന്നവരെ അകറ്റി നിർത്താനും ഈ നാടിന് കരുത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ പറ്റുക. ഉറ്റവരെ നഷ്ടപ്പെട്ട, ഉടയവരെ നഷ്ടപ്പെട്ട, ഉള്ളതെല്ലാം പോയ മനുഷ്യരെ, നിങ്ങൾക്ക് ഞങ്ങളുണ്ട് കൂട്ടായി, ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം എല്ലാത്തിനും എന്ന് പറഞ്ഞുകൊണ്ട് അനൂപിലേക്ക് കൂടി പോകാമെന്നാണ് ഞാൻ കരുതുന്നത്. അനൂപുണ്ട് നമ്മളോടൊപ്പം. അനൂപ, ബെയിലി പാലത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പണി ഏകദേശം പൂർണ്ണമാകാറായിരിക്കുന്നു. 8:30 മണിയോടുകൂടി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് സൈന്യം പറയുന്നത്. അതൊന്ന് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ ഈ പുഴ മറിച്ചു കടന്ന് അക്കരയിലേക്ക് പോകാൻ പറ്റും. അവിടെ ഇനിയും ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് കൂടുതൽ വേഗതയിൽ തെരച്ചിൽ നടത്താനും പറ്റും. നടന്നു വന്നില്ലേ നമുക്ക് അനൂപ്? അനൂപ് കേൾക്കാമോ? ബെയിലി പാലത്തിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളതിൻ്റെ ദൃശ്യങ്ങളാണ് തത്സമയം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ചുരൽമല പുഴയ്ക്ക് കുറുകെയുള്ള ബെയിലി പാലമാണ്. ഒരു താൽക്കാലിക നടപ്പാലമാണ് താഴെയുള്ളത്. അതിൽ ഒരേ സമയം ഒരാൾക്ക് മാത്രമേ നടന്നു പോകാനുള്ള വീതിയേ ഉള്ളൂ. ബെയിലി പാലത്തിന് കുറച്ചുകൂടി ഉറപ്പും 24 ടൺ വരെ ഭാരം കയറ്റാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആ രീതിയിലാണ് സൈന്യം അത് പണി തീർത്തിരിക്കുന്നത്. സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗം നമ്മളെ സഹായിക്കാനായി എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഇറങ്ങിയതുകൊണ്ടാണ് ഇന്നലെ രാത്രിയിലും ഈ കനത്ത മഴയെയും പ്രതികൂല കാലാവസ്ഥയും അതിജീവിച്ചുകൊണ്ട് ആ മനുഷ്യർ നമ്മുടെ കൂടപ്പറപ്പുകൾക്ക് വേണ്ടി അവിടെ ഈ കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ അതിലൂടെ കടന്ന് മറുവശത്തേക്ക് പോകാൻ രക്ഷാപ്രവർത്തകർക്ക് കഴിയും. ഒപ്പം തന്നെ വെള്ളരിക്കുണ്ട് പോലുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ സൈന്യം കടന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോഴും മണ്ണിനടിയിൽ ആളുകളുണ്ടോ എന്നാണ് അറിയുന്നത്. പലരും കുടുങ്ങിപ്പോയിട്ടുണ്ട്. പല ഭാഗങ്ങളിൽ നിന്നാണ് രക്ഷപ്പെട്ടെത്തിയവരൊക്കെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മേഖലകളിലേക്കെല്ലാം സൈന്യം കടന്നു ചെല്ലുകയാണ്. നമ്മുടെ രക്ഷാപ്രവർത്തകർ കടന്നു ചെല്ലുകയാണ്. 1500ഓളം ആളുകളെ ഈ ഘട്ടത്തിൽ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും 100-200 ആളുകളെ പലയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവർ ജീവനോടെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അത്രമാത്രം പ്രതികൂലമായ സാഹചര്യം. സങ്കടത്തിൻ്റെ കണ്ണു പൊട്ടുന്ന അല്ലെങ്കിൽ നെഞ്ചു പൊട്ടുന്ന കാഴ്ചകളാണ് ഓരോ മിനിറ്റിലും നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. അനൂപ്, മഴ പെയ്തു തുടങ്ങിയെന്ന് തോന്നുന്നു. എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? മഴ പെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. എങ്കിലും നമുക്കറിയാം, ഈ ഒരു പാലത്തിന്റെ നിർമ്മാണത്തിലൂടെ നമുക്ക് ഇനി എത്ര ഒരു ശക്തമായ കുത്തിവയ്പ് ഈ മേഖലയിൽ ഉണ്ടായാലും അതൊരു പരിധി വരെ അത് അതിജീവിക്കുന്ന വിധത്തിലാണ് ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം. ഏതായാലും ഇപ്പോൾ അത് ഇനി അതിലൊരു നടുക്കുള്ള ചില ഭാഗങ്ങൾ കൂടിയാണ് അതിന് പൂർത്തീകരിക്കാനുള്ളത്. മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ച് കാണാം. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം ഇതുവഴി ഭാരതീയ വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകാൻ സാധിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇന്നലെ രാത്രി ഈ സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി വലിയ സന്നാഹങ്ങളോടുകൂടിയാണ് ഈ പ്രവർത്തനം സൈന്യം പൂർത്തിയാക്കാൻ ശ്രമിച്ചത്. ഏതായാലും ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർത്തീകരിച്ചു. ഇന്ന് ഉച്ചയോടുകൂടി പൂർത്തീകരിക്കാനാവും എന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും ഇപ്പോൾ നമുക്ക് കാണാം 2 പാലങ്ങൾ സൈന്യം ഒരേ സമയം, ഒന്ന് ആളുകൾക്ക് നടന്നു പോകാൻ വിധത്തിൽ, മറ്റൊന്ന്
ഭാരമേറിയ വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകാൻ പറ്റും. ഇത്തരത്തിൽ 2 സംവിധാനങ്ങളാണ് സൈന്യം സജ്ജീകരിച്ചിരിക്കുന്നത്. മദ്രാസിൽ നിന്നുള്ള പ്രത്യേക എൻജിനീയറിംഗ് വിഭാഗം ഇതിനായി സ്ഥലത്തെത്തി. അതിനായി മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയായിരുന്നു. ഏതായാലും അത് ഫലം കണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ പാലത്തിന്റെ ഈ ഭാഗത്തുള്ള, അതായത് ഈ ദീർഘമേറിയൊരു പാലമാണ് എന്നതുകൊണ്ട് തന്നെ നടുക്ക് വലിയ തൂണുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം, തൂണുകൾ സ്ഥാപിക്കുമ്പോൾ അത് കുത്തൊഴുക്കി അത് ഒലിച്ചു പോകാനുള്ള സാഹചര്യമുണ്ട്. അതിനെ പ്രതിരോധിക്കുന്നതിനായിരിക്കണം അതിന്റെ നിർമ്മാണം. ആ വിധത്തിൽ പഴയ പാലം ഉണ്ടായിരുന്ന സ്ഥലത്ത്, ആ തൂണുകൾ സ്ഥാപിച്ചിരുന്ന സ്ഥലത്ത് മറ്റു രീതിയിൽ ഈ വലിയ ഇരുമ്പ് പാളികൾ തൂണുകൾ സ്ഥാപിച്ചാണ് ഇപ്പോൾ ഈ പാലം അധികം യുദ്ധകാലാടിസ്ഥാനത്തിൽ സൈന്യം പൂർത്തിയാക്കിയത്. നമുക്കറിയാം, അതിന്റെ ഒരു വലിയ ഉറപ്പോടു കൂടിയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അതിൻ്റെ ഒരു വലിയ ഉറപ്പോടു കൂടിയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. വലിയ ഭാരമേറിയ ഹിറ്റാച്ചികളും അതോടൊപ്പം JCBകളും ഉൾപ്പെടെ ഈ ഭാഗത്തു നിന്ന് മറ്റു വശത്തേക്ക് കൊണ്ടുപോകാൻ തക്ക വിധത്തിൽ ശേഷിയുള്ള പാലമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏതായാലും അല്പസമയത്ത് ഇനിയിപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഇനി അതിൻ്റെ ഈ നടുഭാഗത്തുള്ള ചില ഫ്രെയിമുകൾ മാത്രമാണ് സ്ഥാപിക്കാനുള്ളത്. അതോടൊപ്പം അങ്ങേയറ്റത്ത്, അതായത് ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തി നിൽക്കുന്ന ഭാഗത്ത് ചില ക്രമീകരണങ്ങൾ കൂടി നടത്താനുണ്ട്. അങ്ങനെയെങ്കിൽ വാഹനം ഇതിലൂടെ കടന്നു പോകുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതിനായുള്ളൊരു സജീവമായിട്ടുള്ള ശ്രമം ഏതായാലും ഇപ്പോൾ ഇവിടെ നടക്കുകയാണ്. നാം നേരത്തെ സൂചിപ്പിച്ചു, രക്ഷാപ്രവർത്തനം ഇന്ന് പ്രധാനമായി നടക്കുന്നത് മുകൾ ഭാഗത്താണ്. മുകൾ ഭാഗത്തെന്ന് പറയുമ്പോൾ അത് മുണ്ടക്കയിലുമല്ല, മുണ്ടക്കയിൽ നിന്ന് മൃതശരീരങ്ങൾ ഒഴിഞ്ഞു പറ്റിയിട്ടുള്ള വീടുകളിൽ നിന്ന് ആ വീടുകളെല്ലാം മണ്ണിന്റെ അടിയിലാണ്. ആ മേഖലകളിൽ തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം ആ മൃതശരീരങ്ങൾ ഒഴിച്ചു പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. ആ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഏതായാലും ഇപ്പോൾ ഇന്ന് പ്രധാനമായും തെരച്ചിൽ കേന്ദ്രീകരിക്കുക. നമ്മളിവിടെ രാവിലെ തന്നെ എത്തുമ്പോൾ കാണാവുന്ന ഒരു സാഹചര്യം, ഈ സ്ഥലത്ത് അതിശക്തമായിട്ടൊരു മഴ പെയ്യുന്നതാണ്. മേൽഭാഗത്ത് മഴ പെയ്യുന്നു. അതുകൊണ്ട് തന്നെ പുഴയിൽ രാവിലെ കണ്ടൊരു ജലനിരപ്പല്ല, അല്പം ഉയർന്നിട്ടുണ്ട്. എങ്കിലും ഈ പുഴയിൽ നിർമ്മിച്ച പാലത്തിന് അത് ഏതെങ്കിലും തരത്തിൽ വീഴ്ചയാവും എന്ന് നമുക്ക് കണക്കാക്കാനാവില്ല. ഈ മറുഭാഗത്തേക്ക്, ഈ മേലെ മുണ്ടക്കൈ ഭാഗത്തേക്ക് ഇന്നലെ JCBകളൊക്കെ എത്തിച്ചിരുന്നത്, കൂടുതൽ എണ്ണം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അനൂപ്? അതിന്റെ ഒരു സാഹചര്യം എങ്ങനെയാണ്? മനു കേട്ടില്ല, ഒന്നുകൂടി ആർത്തിക്കാമോ? അനൂപ്, ഈ മേലെ മുണ്ടക്കൈ ഭാഗത്തേക്ക് JCBകളൊക്കെ കൂടുതൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടോ? നമുക്കറിയാമല്ലോ, അങ്ങോട്ടേക്ക് എത്തിപ്പെടലാണ് ഇത് ദുഷ്കരം. മനുഷ്യനാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യന്ത്ര സംവിധാനങ്ങൾ കൂടി എത്തിയാലാണ് അത് കുറച്ചുകൂടി വേഗത്തിൽ ചെയ്യാൻ പറ്റുകയുള്ളായിരുന്നു. അത് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടോ കൂടുതൽ? തീർച്ചയായും യന്ത്ര സാധനങ്ങൾ ഭാഗത്തേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടുതൽ JCBകൾ ഉൾപ്പെടെ ഇന്നലെ രാത്രി അവിടേക്ക് എത്തിയിരുന്നു. JCB ഉപയോഗിക്കുന്ന തരത്തിലാണ് പ്രധാനമായും ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഈ തിരച്ചിൽ എന്ന് പറയുമ്പോൾ നമുക്ക് കുടുങ്ങി കിടക്കുന്ന ഒട്ടേറെ പേരെ രക്ഷപ്പെടുത്താനായി എന്നുള്ളതാണ്. കുടുങ്ങി കിടക്കുന്ന ഒട്ടേറെ പേരെ നേരത്തെ അല്പസമയം മുമ്പ് ജില്ലാ കളക്ടർ മേഘശ്രീ നമ്മോട് പറയുകയും ചെയ്തു. ഇനി രക്ഷപ്പെടുത്താൻ ഉള്ള ആളുകൾ സംബന്ധിച്ച് ഇനി ഏതായാലും ആശങ്കയില്ല. മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തി ഹെലികോപ്റ്റർ വഴി നിരീക്ഷണം നടത്തി അത് ഉറപ്പാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. കളക്ടർ പറഞ്ഞ മറ്റൊരു കാര്യം, ഈ സ്ഥലത്ത് നിന്ന് ഉള്ള ഒരു വിവരശേഖരണമാണ്. പലപ്പോഴും അത് വലിയ തടസ്സം സൃഷ്ടിക്കുന്നതിനായി, അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക വിഭാഗം ഇതിനായി പ്രവർത്തിക്കുന്നു. എത്ര പേർ ഈ സ്ഥലത്ത് അകപ്പെട്ടിട്ടുണ്ട്. അതിലൊരു വെല്ലുവിളി എന്ന് പറയുന്നത് അതിഥി തൊഴിലാളികൾ, ഒപ്പം തന്നെ ടൂറിസ്റ്റുകളായി എത്തിയ ആളുകളൊക്കെ പലയിടങ്ങളിലൊക്കെയായി താമസിക്കുന്നൊക്കെയുള്ളൊരു പ്രദേശം കൂടിയാണല്ലോ മേപ്പാടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിവരശേഖരണത്തിന് ആ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയല്ലേ, ഒരു വെല്ലുവിളി തന്നെയല്ലേ? വിവരശേഖരണം വലിയ വെല്ലുവിളി നേരിടുന്ന പ്രക്രിയയാണ്. പ്രധാനമായും ഈ വീടുകളിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു നേരത്തെ എന്ന് മാത്രമല്ല പരിശോധിക്കേണ്ടത്. ഈ വീടുകളിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു നേരത്തെ എന്ന് മാത്രമല്ല പരിശോധിക്കേണ്ടത്. ആ വീടുകളിൽ ഈ ദുരന്ത സമയത്ത് മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് ആളുകൾ മാറി താമസിച്ചതും ഇത്തരത്തിലുള്ള വീടുകളിലേക്കാണ്. അതായത് ഒരു സുരക്ഷിത കേന്ദ്രം എന്ന രീതിയിലാണ് ഈ സ്ഥലത്തെ ആളുകൾ കണ്ടത്. ഒരു അരികിലൂടെ ഒഴുകുന്ന ഒരു ചെറിയ പുഴ മാത്രമാണ് ഈ മേഖല. നേരത്തെ നിരവധി യുദ്ധത്തിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടും വെള്ളം കയറാത്ത മേഖലകളിലാണ് ആളുകൾ മാറി താമസം. അവിടേക്കാണ് ഈ ഉരുൾപൊട്ടലിലേക്ക് വന്ന മലവെള്ളം കുത്തി ഒലിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും അവർ പ്രതീക്ഷിക്കാത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ എത്ര പേർ ഇവിടെ ഉണ്ടായിരുന്നു എന്നതെല്ലാം സംബന്ധിച്ച് ഇതൊരു വിശദമായ കണക്കെടുപ്പിലുണ്ട്. അത് ജില്ലാ ഭരണകൂടത്തിന് മുമ്പിലുള്ള ഒരു പ്രധാന വെല്ലുവിളിയാണ്. അത് ആൾക്കാരെ സംബന്ധിച്ചൊരു വിശദീകരണം അല്ലെങ്കിൽ ആൾക്കാരെ സംബന്ധിച്ച് ഔദ്യോഗികമായി നൽകാവുന്ന വിവരങ്ങൾ വളരെ ഗൗരവമുള്ളതും അതിസങ്കീർണവുമാണ്. അതുകൊണ്ട് തന്നെ അതിനായി ഒരു പ്രത്യേക വിഭാഗം ജില്ലാ കളക്ടറിൽ പ്രവർത്തിക്കുന്നതാണ്. അത് പ്രധാനമായും നമ്മൾ ആശ്രയിക്കുന്നത് ഈ ഔദ്യോഗിക രേഖകളിൽ നിന്നുള്ള വിവരങ്ങൾ,
പ്രദേശത്തുണ്ടായിരുന്ന വീടുകളിൽ താമസിച്ചവർ വിവരങ്ങൾ, സമീപ ദിവസങ്ങളിൽ അവർ എത്ര പേരുണ്ടായിരുന്നു എന്നത് കണക്കാക്കിയുള്ള വിവരശേഖരണം, അതോടൊപ്പം ഈ ക്യാമ്പുകളിൽ കഴിയുന്നവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ, അതിൽ പ്രധാനം അവരുടെ ബന്ധുക്കൾ പറയുന്ന വിവരങ്ങൾ. അത് ഇപ്പോൾ തന്നെ അതിനായുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അവർ ക്യാമ്പുകളിലൊക്കെ ഇത്തരത്തിലുള്ള വിവരശേഖരണം എല്ലാം നടത്തുന്നുണ്ട്. ഈ കാണാതായവരെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ കണക്കെടുപ്പ് ആ രീതിയിൽ ഈ മേഖലയിൽ നടത്തുന്നുണ്ട്. ഏതായാലും അത് ഇന്ന് കൂടി വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ നാളെ രാവിലെയോടുകൂടി നമുക്ക് ഈ ദുരന്തത്തിൽ എത്ര പേർ നമുക്ക് നഷ്ടപ്പെട്ടു, എത്ര പേരെ കാണാതായി എന്നത് സംബന്ധിച്ചുള്ള വിവരം നമുക്ക് ലഭ്യമാവും. ഏതായാലും അതേസമയം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നടക്കുന്നു വളരെ ക്രിയാത്മകമായ ഇടപെടൽ ആ കാര്യങ്ങളിൽ നടക്കുന്നു. ഈ മേഖലയിൽ ആളുകളുടെ എണ്ണം എത്രയുണ്ടായിരുന്നു എന്ന് തിട്ടപ്പെടുത്താനാവാത്തതാണ് നമുക്ക് വലിയ ഒരു സങ്കീർണ സാഹചര്യം തിരച്ചിലിന് രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെടെ സൃഷ്ടിക്കുന്നത്. അത് പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാൻ ജില്ലാ ഭരണകൂടത്തിന് സാധിക്കും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇപ്പോൾ മുണ്ടക്കയിൽ ബേലെ മുണ്ടക്കയിൽ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനം പ്രധാനമായും ഇനി നമുക്ക് ഈ ആളുകൾ ഈ മണ്ണടിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾക്കടിയിൽ ആളുകൾ അകപ്പെട്ടിട്ടുണ്ടോ എന്ന പരിശോധിക്കലാണ്. അത് ഈ സുരക്ഷാ വിഭാഗങ്ങളും മറ്റ് സന്നദ്ധ സംഘടനകളും സേനാ വിഭാഗങ്ങളും എല്ലാം ആ കാര്യങ്ങളാണ് ഇപ്പോൾ കേന്ദ്രീകരിച്ച് അത്തരത്തിൽ ഒരു പ്രവർത്തനം. പ്രധാനമായും ഒന്ന് ഈ മേലെ മുണ്ടക്കൈ, മറ്റൊരു നേരത്തെ സൈനികർ പറഞ്ഞതുപോലെ വെള്ളരിക്കുണ്ട് പോലുള്ള പ്രദേശങ്ങൾ, അങ്ങോട്ടേക്ക് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന ഇൻഫർമേഷൻ ബന്ധുക്കളിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രദേശങ്ങൾ, ഈ രണ്ടിടങ്ങളാണോ ഇന്ന് കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്? രണ്ടിടങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സൈനികർ അവർ പോകുന്നത് ഈ വെള്ളരിക്കുണ്ട് ഭാഗത്തേക്കാണ്. അത് ഒരു സംഘം മാത്രമാണ്. എന്നാൽ അതുപോലെ വിവിധ സംഘങ്ങളായി, അതായത് 40-ലധികം വിവിധ സന്നദ്ധ പ്രവർത്തകരും അതോടൊപ്പം സേനാ വിഭാഗങ്ങളും ഉൾപ്പെടെ 40-ലധികം സംഘങ്ങൾ ഈ പ്രദേശത്ത് ഒന്നാകെ ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അല്പസമയം മുൻപ് ആരംഭിക്കുകയും ചെയ്തു. അതിലൊരു സംഘത്തെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. അവർ വെസ്റ്റിൽ നിന്ന് എത്തിയ സേനാ വിഭാഗമാണ്. അവർ പ്രധാനമായും വെള്ളരിക്കുണ്ട് ഭാഗത്തേക്കാണ് പോകുന്നതാണ് പറഞ്ഞത്. ഈ വെള്ളരിക്കുണ്ട് ഭാഗം എന്ന് പറയുമ്പോൾ ഈ പൊട്ടി ഈ വീടും അതോടൊപ്പം തന്നെയുള്ള ഈ സ്ഥലങ്ങളും എല്ലാം ഒലിച്ചു പോയ ഒരു മേഖലയാണ്. അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള സാധ്യതയുണ്ട് എന്ന് ജില്ലാ ഭരണകൂടം നൽകിയ അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ അവർ അവിടേക്ക് നീങ്ങുന്നു എന്നാണ് നമുക്ക് അവരിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. അവിടെ സൈന്യത്തിന്റെ സേവനം വളരെ അത്യാവശ്യമാണ്. കാര്യം അവിടെ ഈ വലിയ ദുർഘടമായിട്ടുള്ള ഒരു ഭൂപ്രകൃതി അല്ലെങ്കിൽ ഒരു ഭൂപ്രകൃതി ഉള്ള സ്ഥലമാണ്. നേരത്തെ പെട്ടിട്ടുള്ളത് അത് സങ്കീർണമാവുകയും ചെയ്തിരിക്കാം. അങ്ങനെയെങ്കിൽ അവിടെ സൈന്യത്തിന്റെ സേവനം തന്നെയാണ് നമുക്ക് ലഭ്യമാക്കാനാവുക. അല്ലെങ്കിൽ ഈ പുഴയിൽ ഒഴുക്കിന് കുറച്ചുകൂടി ശക്തി ആർജിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. ഉൾഭാഗത്ത് മഴ പെയ്യുന്നതായിട്ടാണോ മനസ്സിലാക്കേണ്ടത്? നമ്മൾ കഴിഞ്ഞ ദിവസം വൈകിട്ട് രാവിലെ എല്ലാം കണ്ട ഒരു സാഹചര്യം ഏതായാലും ഇപ്പോഴില്ല. മഴ ഈ ജലനിരപ്പ് താഴ്ന്നിരിക്കുകയാണ്. ഈ താഴ്ഭാഗത്ത്, അതായത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു താൽക്കാലിക പാലമുണ്ടല്ലോ, ഡൽഹി പാലത്തിന് തൊട്ട് താഴെയുള്ള പാലമുണ്ടല്ലോ, അതിന് തൊട്ട് താഴെയാണ് ഇന്നലെ വരെ ഒരു താൽക്കാലിക പാലം സജ്ജീകരിച്ചിരുന്നത്. അതെല്ലാം ഒഴുകിപ്പോയിരുന്നു. അതിന്റെ ഭാഗങ്ങളെല്ലാം ഒഴുകിപ്പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അത് ഇപ്പോൾ അത് നമുക്ക് അത് കുറച്ച് വിദൂരത്തായി ആ ദൃശ്യങ്ങൾ വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ ജലനിരപ്പിൽ കാര്യമായ ഒരു വർധനവ് കഴിഞ്ഞ ദിവസം അപേക്ഷിച്ച് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇടയ്ക്കിടെ ഈ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഏതായാലും ഈ പാലം പണി പൂർത്തിയാവാനിരിക്കുന്ന ഈ പാലത്തിന് തൊട്ട് സമാന്തരമായി സുഗമമായി രക്ഷാപ്രവർത്തനത്തിൽ സഞ്ചരിക്കാനുള്ള ഞാൻ ഇപ്പാനുവിലേക്ക് തിരികെ വരാം.